ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുബാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ സുധീഷിൻ്റെയും നമ്മുടെ കിളിക്കൂട്ടിൽ നിന്ന് പറന്നു പോയ നമ്മുടെ നിധിയുടെയും പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണം. ഒപ്പം തന്നെ പുതുതായിട്ട് വരുന്നവരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ നിധി നമ്മുടെ കിളിക്കൂട്ടിൽ നിന്ന് പോയി അല്ലേ. ഒരിക്കലും നിധിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു നമ്മുടെ സുധീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ നിധി പോയ ആ രാത്രി നിധിക്കും ഉറങ്ങാനായിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സുഭാഷിനും നികേഷിനും ഹരീഷിനും ഏറ്റവും കൂടുതൽ സങ്കടം സുധീഷിനാണ്. ഒപ്പം ഭാസ്കറിനും ഒക്കെ ആകെ വിഷമമാവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മുടെ നിധി ഒരു ചായയൊക്കെ പോയി താഴെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം കാണുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ ഭാസ്കരൻ വന്ന് സൈക്കിളിൽ ആ ഹോസ്റ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നിധി ആകെ അന്താളിച്ചു. കാരണം ഈ സമയത്തൊന്നും അച്ഛൻ എഴുന്നേൽക്കുന്ന കൂടെയല്ല. എന്തായിരിക്കും അച്ഛൻ വന്ന്. അങ്ങനെ നിധി ഓടി താഴെ പോകണം കേട്ടോ. എന്നിട്ട് ഭാസ്കരൻ്റെ അടുത്തോട്ട് ചെല്ലും. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഭാസ്കരൻ പറയും, മോളെ ഞാൻ നിന്നെയും കാത്ത് ഇവിടെ നിൽക്കുകയായിരുന്നു എന്ന് പറയും. എന്താ അച്ഛൻ ഇത്ര രാവിലെ തന്നെ ഈ സമയത്തൊന്നും അച്ഛൻ എഴുന്നേൽക്കൽ പതിവില്ലല്ലോ, എന്താണ് അച്ഛൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ പറയും, എനിക്ക് മോളെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ നിധി പറയും, അച്ഛാ അകത്തോട്ട് നമുക്ക് അങ്ങനെ അലൗഡല്ല. അത് കുഴപ്പമില്ല മോളെ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ പറയണം, മോളെ സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? അച്ഛൻ എന്താ ഈ പറയണേ? സുധീഷ് ചെയ്തത് ഒരു തെറ്റല്ലേ എന്നിങ്ങനെ നിധി ചോദിക്കുകയാണ്. അതല്ല മോളെ, അവൻ ആ തെറ്റ് ചെയ്യാൻ കാരണം ഈ ഞാനാണെന്ന് പറയും. അപ്പോൾ ചോദിക്കും, അച്ഛനോ? അച്ഛൻ എന്ത് ചെയ്തു? അപ്പോൾ പറയുന്നുണ്ട്, അതായത് അവന് ആകെ ഒരു വിഷമമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ബീറൊക്കെ അടിച്ചിട്ട് വന്നിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എടാ നീ താലി കെട്ടിയ പെൺകുട്ടിയാണ് നമ്മുടെ നിധി, എന്നിട്ട് ആ നിധി അകത്തും നീ പുറത്തും, നിനക്ക് നാണാവുന്നില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് സുധീഷിനെ ഞാൻ വല്ലാണ്ട് എരികേറ്റിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അച്ഛൻ എന്താ ഈ പറയണേ? അച്ഛൻ നിങ്ങൾ പ്രായമായി വരുന്തോറും നിങ്ങൾക്ക് കുറച്ച് വിവരവും ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഈ ആവശ്യമില്ലാണ്ട് ഇങ്ങനെയാണോ ഒരു മക്കളെടുത്ത് സംസാരിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങോട്ട് ദേഷ്യപ്പെടാനായിട്ട് ഭാസ്കരൻ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി മോളെ, പക്ഷേ ഞാൻ ചെയ്ത തെറ്റിന് അവൻ അത് കേട്ട പാടെ വന്ന് അങ്ങനെ ഒന്നും പെരുമാറി നിൻ്റെ അടുത്ത്, അത് ശരിക്കും തെറ്റായിപ്പോയി മോള്, അവനോട് ക്ഷമിക്കണം, ഞാൻ മാപ്പ് പറയാൻ വേണമെങ്കിൽ എന്നൊക്കെ പറയാം. വേണ്ട, അച്ഛൻ സുധീഷിന് വേണ്ടിയിട്ട് ഒന്നും ന്യായീകരിക്കണ്ട. എനിക്ക് സുധീഷിൻ്റെ കാര്യം കേൾക്കുകയും വേണ്ട. അച്ഛൻ ഒരിക്കലും സുധീഷിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാനും വേണ്ട എന്ന് പറയണേ. അച്ഛന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇല്ല മോളെ, എനിക്ക് സുധീഷിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര രാവിലെ തന്നെ മോളെടുത്ത് വന്ന. ആ കാരണത്താൽ മോള് ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും തന്നെ, എനിക്കാണെങ്കിലും അവിടെ പിള്ളേർക്കാണെങ്കിലും സുധീഷിന് ഒട്ടും പറ്റില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമമായേക്കാണ് മോളെ, അതുകൊണ്ട് നീ തിരിച്ചു വരണം. പക്ഷെ നിധി അതൊരിക്കലും ഉൾക്കൊള്ളുന്ന ഇതല്ല. കാരണം വെച്ചാൽ എത്രയാണെങ്കിലും സുധീഷ് ചെയ്ത തെറ്റ് തന്നെയാണ്, ഞാൻ അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കുകയില്ല എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ നിധി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും, അച്ഛനറിയാലോ, അച്ഛനറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ, ഞാനും സുധീഷും വിവാഹം കഴിച്ചു. അതെങ്ങനത്തെ വിവാഹമായിരുന്നു എന്നും, ഒരിക്കലും ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അല്ലാണ്ട് ഞാനൊരിക്കലും സുധീഷിനെ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാൾ എൻ്റെ കൂടെ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ ഞാൻ അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? എനിക്കത് പറ്റില്ല അച്ഛാ എന്ന് പറയാണ്. അപ്പോൾ ഭാസ്കരൻ പറ്റുന്നിടത്തോളം നിധിയുടെ അടുത്ത് സംസാരിച്ച് നോക്കി. പക്ഷെ നിധിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമേ അല്ല കേട്ടോ. അങ്ങനെ നിധി ഭാസ്കരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അകത്തോട്ട് പോകണം. അങ്ങനെ ഭാസ്കരൻ സങ്കടത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് വരണം കേട്ടോ. ഈ സമയം നമ്മുടെ നികേഷ് കോളേജിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആവുകയാണ്. നികേഷിന് ആകെ സങ്കടം. കാരണം എന്നും പോകുമ്പോൾ നിധിയേട്ടത്തെയും വിളിച്ചിട്ടല്ലേ പോണത്. അപ്പോൾ ഇനി കോളേജിൽ നിന്നാണെങ്കിലും വേഗം ഓടി വരും. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ നിധിയേട്ടത്തി ഉണ്ടെങ്കിൽ സംസാരിക്കാമല്ലോ. ആ ഒരു സന്തോഷവും ആ ഒരു ഇതൊക്കെയായിരുന്നു നികേഷിൻ്റെ മനസ്സിൽ. പക്ഷേ ഇനി മുതൽ നിധിയേട്ടത്തി ഈ വീട്ടിലില്ല എന്ന് ഓർക്കുമ്പോൾ സത്യം നികേഷിന് ഭയങ്കര വിഷമമാണ്. നികേഷിന് ചെറിയൊരു കാര്യം മതി മനസ്സിന് ആകെ വിഷമമൊക്കെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നികേഷ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നികേഷ്, സുഭാഷ് ചേട്ടാ എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് എടുത്ത് താട്ടേന്ന് പറയും. അപ്പോൾ നമ്മുടെ സുഭാഷ് പറയും, ദേ വരുന്ന മോനെ എന്ന് പറയും. അങ്ങനെ നികേഷിനെ കഴിക്കാൻ
കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തേക്കുള്ള ലഞ്ചൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ആ സമയത്ത് നമ്മുടെ സുധീഷ് അതുവഴി വരികയാണ്. അപ്പം നമ്മുടെ നികേഷ് മൈൻഡ് പോലും ചെയ്തില്ല കേട്ടോ. അപ്പം നമ്മുടെ സുധീഷ് ചോദിക്കും, അല്ലടാ നീ എന്താടാ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡൊന്നും ഇല്ലാത്തത്, നിനക്ക് എന്നോട് പിണക്കമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നികേഷ് ഒന്നും മിണ്ടുന്നില്ലടാ. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് വന്നിട്ട് പറയും, എങ്ങനെയാടാ നിൻ്റെ അടുത്ത് മിണ്ടണം, ഞങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യമാണ് നിന്നോട്, നീ കാരണമല്ലേ നമ്മുടെ നിധി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിനക്കറിയാലോ ആ കുട്ടി പാവം എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും, ഒരു ഹോസ്റ്റലിൽ ആരും ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരു അവസ്ഥ, ഒന്ന് മിണ്ടാനോ പറയാനോ ആരും ഇല്ലാണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനെല്ലാം കാരണം നീ അല്ലേടാ സുധീഷ് എന്ന് പറയാം. സുഭാഷേട്ടാ എനിക്ക് പറ്റിപ്പോയി, ഞാൻ അതിന് വേണ്ടി അവളുടെ അടുത്ത് മാപ്പ് പറഞ്ഞു, എന്നെ പറഞ്ഞ് എൻ്റെ മനസ്സിൻ്റെ ആ ഒരു സമനില അന്നേരം തെറ്റിയത് കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിപ്പോയത്. സുഭാഷ് ഏട്ടനെ നിങ്ങളെല്ലാവരും എന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നികേഷ് പറഞ്ഞു, എന്ത് മനസ്സിലാക്കാൻ, സുധീഷ് ഏട്ടൻ കാരണം, ഒരാൾ കാരണം തന്നെയാണ് നിധിയേട്ടത്തി ഇവിടെ നിന്ന് പോയതെന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ കുറ്റപ്പെടുത്തണം. അപ്പം നമ്മുടെ ഹരീഷും അവിടെ വരെയാണ് കേട്ടോ. അന്നേരം നമ്മുടെ സുധീഷ് പറയണ, അതെ നിങ്ങളെല്ലാവരും എന്നെ ഇമാതിരി കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ താലി കെട്ടിയ ഭാര്യയല്ലേ അവളുടെ റൂമിൽ ഞാൻ പോയെന്നും കിടന്നെന്ന് വെച്ചപ്പോൾ എന്താ കുഴപ്പം, നിങ്ങളത് ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് പറയും, നീ എന്ത് വർത്താനോടാ പറയണേ, നിങ്ങളുടെ കല്യാണം എങ്ങനെ കഴിഞ്ഞു എന്നും നിൻ്റെ മനസ്സിൽ നിധിക്കുള്ള സ്ഥാനം എന്താണെന്നും നിധി നിന്നെ ഭർത്താവായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം, എന്നിട്ടാണോ നീ ഈ വർത്താനം പറയണേന്ന് സുഭാഷ് ചോദിക്കും. തെറ്റ് ചെയ്തതും പോരെ പിന്നെ നീ ന്യായീകരിക്കണോ, ശരി ആയിക്കോട്ടെ ഞാൻ തെറ്റ് ചെയ്തു പോയി, അത് അവൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ, ഞാൻ ഇനി ആവർത്തിക്കില്ലെന്ന് കാല് പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ സുഭാഷ് എടാ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം അവളുടെ മനസ്സിന് ഒരു തീരുമാനം അവൾ എടുത്തു കഴിഞ്ഞു. ആ കുട്ടിക്ക് അത് നമ്മൾ 5 ആണുങ്ങളുള്ള ഒരു വീട്ടിൽ ഇത്രയും നാളും ആ ഒരു കുട്ടി കഴിഞ്ഞത് തന്നെ ഒരു വലിയൊരു കാര്യം എന്നൊക്കെ ഇങ്ങനെ ഹരീഷും സുഭാഷും ഒക്കെ പറയണം കേട്ടോ. അവസാനം സുധീഷ് പറഞ്ഞു, എനിക്ക് മതിയെ, നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ, സാരമില്ല എന്നെ ഒറ്റപ്പെടുത്തിക്കോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ സുധീഷ് പുറത്തോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ ചെറിയ വിഷമമുണ്ട്. പക്ഷെ എന്നാലും സുധീഷിന് ന്യായീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സുധീഷ് ചെയ്ത തെറ്റ് തന്നെയാണ്. അതിനുശേഷം സുധീഷ് നേരെ ഇറങ്ങി റോഡിലോട്ട് പോകുമ്പോൾ ആ അടുത്ത വീട്ടിലുള്ളൊരു ചേച്ചി ചോദിക്കും, എന്താ സുധീഷേ നിൻ്റെ ഭാര്യ ഇപ്പോൾ കാണുന്നില്ലല്ലോ, എന്തേ ഇറങ്ങിപ്പോയോ, വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയോ, അല്ലെങ്കിലും ആ വീട്ടിലെ പെണ്ണൊന്നും വാഴില്ല എന്നിങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ. സുധീഷിന് അങ്ങോട്ട് ദേഷ്യം വരും. ഒന്നാമത് വിഷമം വന്നിട്ട് സഹിക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന അവസരത്തിലാണ് അവരൊരു തരം വല്ലാണ്ട് ചൊറിയണ വർത്തമാനം. സുധീഷ് പറഞ്ഞു, അതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ വീട്ടിലെ കാര്യവും എൻ്റെ ഭാര്യയുടെ കാര്യമൊന്നും നിങ്ങൾ തിരക്കണ്ടെന്ന് സുധീഷ് പറയാം. ആ സമയത്ത് നമ്മുടെ ഹരീഷ് അവിടെ വരെയാണ് കേട്ടോ ബൈക്കിൽ. അപ്പോൾ ഹരീഷ് വന്നിട്ട് അവിടെ നിർത്തിയിട്ട് ചോദിക്കും, എന്തേന്ന് ചോദിക്കുക. അപ്പം ഈ ചേച്ചി പറയുന്നുണ്ട്, ഓ എൻ്റെ മോനെ ഞാൻ അവൻ്റെ ഭാര്യ അവിടെ ഇല്ല എന്നുള്ള ചോദിച്ചെന്നേ ഉള്ളൂ. അതെ ചേച്ചി വലിയ തിരക്കലൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ കയറി തിരക്കാൻ നിൽക്കണ്ട, ഈ കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വേണ്ട അടിയും തൊഴിയൊക്കെ കിട്ടിയത്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർക്കങ്ങ് വല്ലാണ്ടായിപ്പോയിട്ടോ, ഇൻസൾട്ടായിപ്പോയി ആ സ്ത്രീക്ക്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് എൻ്റെ ഭർത്താവിനെയും കൊണ്ട് നിൻ്റെയൊക്കെ മുന്നിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കണം. ആ പോര് അയാൾക്ക് 2 കീറിൻ്റെ കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടുവന്നരേന്ന് ഹരീഷും പറയണം കേട്ടോ. അതിനുശേഷം അവരവിടെ നിന്ന് പോകണം കേട്ടോ. ഈ സമയം ഹരീഷിൻ്റെ ബൈക്കിൽ കയറി സുധീഷും കൂടെ ചേർന്ന് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. അങ്ങനെ വർക്ക്ഷോപ്പിൽ ചെന്നിരുന്നിട്ടും സുധീഷ് ഇങ്ങനെ നമ്മുടെ ഹരീഷിൻ്റെ പുറകെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, എന്നാലും അവൾ പോയല്ലോടാ, എന്നെ ഇട്ടേച്ച് അവൾ പോയില്ലേ, ഞാൻ ചെയ്ത തെറ്റായത് കൊണ്ടല്ലേ, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിപ്പോയടാ, പറ്റിപ്പോയടാന്ന് പറഞ്ഞു. അപ്പോഴേ ഹരീഷിന് പാവം തോന്നുകയാണ് കേട്ടോ. പാവം എന്തായാലും തെറ്റിയുണ്ട്, ന്യായീകരിക്കാനല്ല, എന്നാലും ഹരീഷിന് എന്തോ ഒരു പാവം തോന്നുകയാണ്. എന്നിട്ട് പറഞ്ഞ, സുധീഷ് ഏട്ടാ ഇനിയിപ്പോൾ കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറ്റിപ്പോയി, സംഭവിച്ചു പോയി, സുധീഷ് ഏട്ടൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയി. ഇനിയിപ്പോൾ എങ്ങനെ നിധിയേട്ടത്തിനെ മാപ്പ് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പറയും. അപ്പോഴാണ് അതിനെന്താണ് ഒരു വഴിയെന്ന് സുധീഷ് ഹരീഷിനോട് ചോദിക്കുകയാണ്. ഈ സമയം നമ്മുടെ നീതു വരെയാണ്. നീതു വന്നപ്പോൾ, ഒരിച്ചിരി നേരം ഒന്ന് സൊല്ലാൻ വേണ്ടി വന്നതാണ്, അപ്പോഴേക്കും ഇതിന് വേറെ പണിയൊന്നുമില്ലേ, എപ്പോൾ നോക്കിയാലും ഈ വർക്ക്ഷോപ്പിൽ തന്നെ ഇരിക്കലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഏതോണ്ടോ സുധീഷിനെ ഒരു തരം ആക്കും പോലെയുള്ള വർത്തമാനം നീതു പറയണേട്ടോ. ലാസ്റ്റ് സുധീഷിന് സമാധാനം അല്ലെങ്കിൽ തന്നെ ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളൊരു വർത്തമാനം, എടി നിനക്ക് നാണല്ലേ, നീ എപ്പം നോക്കിയാലും ഇങ്ങോട്ട് കയറി എഴുന്നള്ളിക്കണം എന്തിനാ ഇതേ. അപ്പോൾ അവൾ പറയും, ഇത് എൻ്റെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ്, എൻ്റെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പ്, ഇറങ്ങി പോടി ഇവിടെ നിന്ന്, അതെ നീ പോടാ ഇവിടെ നിന്ന് പറയും.
പോടാന്നോ, നീ എന്നെ പോടാന്നാണോടി വിളിക്കണേന്ന് സുധീഷ് ചോദിക്കും. നീതു പറയും ആ പോടാന്ന് തന്നെ, ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്നും പറഞ്ഞ് സുധീഷിനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അപ്പോൾ ഹരീഷ് പറയാം, അതെ ഒന്ന് നിർത്താവോ നീ അങ്ങോട്ട് പോയേ, ഹരീഷേട്ടാ അല്ലെങ്കിൽ തന്നെ മൂഡ് ഓക്കെ അല്ല, നീ ഒന്ന് പോയേ. ആ ഞാൻ ഇപ്പോൾ പോവാം, ദേ എപ്പോൾ നോക്കിയാലും ഈ സുധീഷിനെ പിടിച്ച് ഇവിടെ ഇരുത്താൻ നിൽക്കണ്ട, അതായത് ഇവിടെ പിടിച്ചിരുത്താനായിട്ട് ഇങ്ങനെ നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ നീ ഒന്ന് നീതു എന്ന് പറഞ്ഞ് ഹരീഷ് നീതുവിനെ പറഞ്ഞു വിടേണ്. അപ്പോഴേക്കും സുധീഷ് പറയാതെ, എനിക്ക് ഈ പെണ്ണിൻ്റെ കുണച്ച സംസാരം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എപ്പം നോക്കിയാലും അവൾ ഇവിടെ വന്ന് നിന്ന് നമുക്ക് ഓരോ വർത്തമാനം, അവളെന്താ ഇതിന് മാത്രം ഇതിനെയൊക്കെ എങ്ങനെയാണ് സഹിക്കണത്, രാത്രിയിൽ മൊബൈൽ, ഇപ്പം വർക്ക്ഷോപ്പിൽ വന്നാൽ സ്വൈര്യം തരില്ല, എന്നാ ഇത് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഹരീഷിൻ്റെ അടുത്ത് കുറേ കുറ്റവും കുറവൊക്കെ പറയണം കേട്ടോ. ഈ സമയം നമ്മുടെ സുധീഷിൻ്റെ അടുത്ത് ഹരീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സുധീഷേട്ടാ ചെന്ന് മാപ്പൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധീഷ് കുറേ സോറിയൊക്കെ എഴുതിയ നമ്മുടെ ബലൂണൊക്കെ ആയിട്ട് നമ്മുടെ നിധിയുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പിന്നെ മൊബൈലിൽ കുറേ മാപ്പ് സോറിയൊക്കെ പറഞ്ഞ് സുധീഷ് നിധിക്ക് അയക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നിധി കണ്ടില്ല എന്നുള്ള രീതിയിൽ വെക്കുകയാണ് കേട്ടോ. പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് കുറേ നേരം ഇങ്ങനെ ഈ ബലൂണൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ സോറി എഴുതി അങ്ങോട്ട് പറപ്പിച്ച് വിടുമ്പോഴത്തേക്ക് ബാക്കി കുട്ടികളെല്ലാം കാണുക, വർക്കിംഗ് ലേഡീസൊക്കെ എല്ലാവരും കാണുകയാണ്. അപ്പം നിധിക്ക് എന്തോ പോലെ ഒരു ഇൻസൾട്ടും കാര്യങ്ങളൊക്കെ ആവുകയാണ്. അപ്പോൾ ഏകദേശം നാളെ വരുന്ന കാറ്റത്തെ കിളിക്കൂടിൽ ഈ ഒരു എപ്പിസോഡിൽ വരുന്ന ഈ ഒരു സ്റ്റോറിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, അതിനോടൊപ്പം ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ പുതുതായിട്ട് വരുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചോളൂ. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്ടിൽ ഇനി നമ്മുടെ നിധി തിരിച്ച് വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അല്ലേ. നമുക്ക് എന്തായാലും കാത്ത് തന്നെ ഇരിക്കാം. പുതിയ വിശേഷങ്ങൾക്കായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ട്യൂൺ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.